മറ്റൊരു വാർത്ത ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് നിയുക്ത മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായത് സുരക്ഷാ ശൈലിയിൽ വരുന്ന മാറ്റമാണ്. കഴിഞ്ഞ 10 വർഷം മുഖ്യമന്ത്രിയുടെ വാഹനവും എസ്കോർട്ടും ഒക്കെ ഒരു വലിയ വിമർശന വിധേയമായ വിഷയങ്ങളായിരുന്നു. ഇത് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പ്രധാന വിഷയമായിരുന്നു. അത് അനുഭവിക്കാത്ത മനുഷ്യർ കേരളത്തിൽ കുറവായിരിക്കും. എന്തായാലും ഈ വിമർശനങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷം അധികാരം പിടിക്കുമ്പോൾ ഈ സാഹചര്യം മാറുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നു. ഈ രണ്ടാമത്തെ ദിവസം തന്നെ അതിന്റെ സൂചനകൾ വരികയാണ്. യാത്രാ സുരക്ഷയിൽ ശൈലി മാറ്റം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. യാത്രയിൽ കൂടുതൽ സുരക്ഷ വേണ്ട എന്ന് വി ഡി സതീശൻ അറിയിച്ചിരിക്കുകയാണ്. യാത്രാ സുരക്ഷയിലെ ഈ ശൈലി മാറ്റം എന്താണ് എന്ന് തന്നെ നമുക്ക് വിശദമായി നോക്കാം. വി ഡി സതീശൻ നൽകിയിരിക്കുന്നത് പൈലറ്റും എസ്കോർട്ടും ഒഴികെ മറ്റ് വാഹനങ്ങൾ വേണ്ട എന്ന ഒരു നിർദ്ദേശമാണ്. യാത്ര പോകുമ്പോൾ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുതെന്നും റോഡ് ബ്ലോക്ക് ചെയ്യരുതെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിയുക്ത മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു. എസ്കോർട്ട് വേണ്ട എന്നായിരുന്നു നിലപാട്. എന്നാൽ അത് നിർബന്ധമാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ച സാഹചര്യത്തിലാണ് അതിന്റെ എണ്ണം ചുരുക്കണം എന്ന ഒരു കർശന നിർദ്ദേശം നിയുക്ത മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. സുരക്ഷയിൽ കൂടുതൽ വാഹനങ്ങൾ നുഴഞ്ഞു കയറുന്നതാണ് ഗതാഗത തടസ്സമുണ്ടാക്കുന്നതെന്നും തെറ്റിദ്ധാരണ പരത്തുന്നതെന്നും ADGP അറിയിച്ചു. എസ്കോർട്ട് വേണ്ട എന്ന നിയുക്ത മുഖ്യമന്ത്രിയുടെ നിലപാട്. എന്നാൽ അത് നിർബന്ധമാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചതിനെ തുടർന്ന് ഏറ്റവും ചുരുക്കം വാഹനങ്ങൾ എത്രയാണോ അത് ഉപയോഗിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ റോഡ് തടസ്സപ്പെടുത്തി കടന്നു പോകുന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സതീശൻ ഈ ശൈലി മാറ്റം നിർദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യ ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹന വ്യൂഹത്തിൽ സാധാരണ അഡ്വാൻസ് പൈലറ്റ്, എസ്കോർട്ട് 1, 2, ആംബുലൻസ്, സ്പെയർ വാഹനം, സ്ട്രൈക്കർ ഫോഴ്സ് എന്നിവയാണ് ഉണ്ടാകാറുള്ളത്. സുരക്ഷാ റിപ്പോർട്ടും ഔദ്യോഗിക പരിപാടികളും അനുസരിച്ച് ഈ വാഹനങ്ങളിലും സുരക്ഷയിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും. എസ്കോർട്ട് വാഹനങ്ങളിൽ പരിശീലനം ലഭിച്ച ആയുധധാരികളായ കമാൻഡോകളുണ്ടാകും. പൈലറ്റ് വാഹനങ്ങളിൽ CI റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് കീഴിൽ പോലീസുകാരുണ്ടാകും. പ്രതിഷേധമുണ്ടാകുമ്പോൾ 25 അംഗ ദ്രുതകർമ്മ സേനയും അനുഗമിക്കും. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ സാഹചര്യം കണക്കിലെടുത്ത് 50 ഉദ്യോഗസ്ഥർ വരെ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെയാണുള്ളത്. തലസ്ഥാനത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ഓരോ സ്ഥലത്തെയും CIയുടെ നേതൃത്വത്തിൽ മുൻകൂറായി റോഡ് ക്ലിയർ ചെയ്യും. DYSPക്കായിരിക്കും ഈ മേൽനോട്ട ചുമതലയൊക്കെ. ജില്ലകളിലെ പരിപാടികളുടെ സുരക്ഷാ ചുമതല SP-ക്കായിരിക്കും. മുഖ്യമന്ത്രി പോകുന്ന വഴിയിൽ 100 മീറ്റർ അകലത്തിൽ പോലീസിനെ വിന്യസിക്കും. ഇട റോഡുകളിൽ നിന്നുള്ള ഗതാഗതം നിയന്ത്രിക്കും. ഇതൊക്കെയാണ് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതുവരെ ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇതിനൊക്കെ മാറ്റം വരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ജനങ്ങളോട് മാന്യമായി ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ പെരുമാറണം എന്നതുൾപ്പെടെയുള്ള ഒരു നിർദ്ദേശം നിയുക്ത മുഖ്യമന്ത്രി നൽകി. ഈ നിർദ്ദേശം ADGP താഴെത്തട്ടിലേക്ക് നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. സുരക്ഷയുടെ പേരിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നതാണ് നിയുക്ത മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അത് പ്രാവർത്തികമാകട്ടെ. എന്തായാലും ഇങ്ങനെയുള്ള വാർത്തകൾ വന്നതിന് ശേഷം നിയുക്ത മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ ആ ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. എന്താണ് നൽകിയിട്ടുള്ള നിർദ്ദേശമെന്ന് നമുക്കത് കേൾക്കാം. അവർ Z+ കാറ്റഗറിയാണ്, ശ്രദ്ധിക്കണമെന്ന് പോലീസോട് പറഞ്ഞു. എങ്കിലും പറഞ്ഞു, ഞാൻ കരുതുന്നത് വലിയ ആർഭാടത്തോടെ വളരെ പത്രാസിലൂടെ റോഡിലൂടെ പോയാൽ ആളുകൾ എന്നെ ചിലപ്പോൾ അവർ പുറത്തൊന്നും പറയില്ലായിരിക്കും, പക്ഷെ ഉള്ളിൽ കളിയാക്കിച്ചിരിക്കും. അതിൻ്റെ അത്രയൊന്നും ആയിട്ടില്ല ഞാൻ. അപ്പോൾ അത് ഏറ്റവും ലളിതമായി ഏറ്റവും കുറച്ച് ചെയ്യണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിയിലൊന്നും ആളുകളൊന്നും ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞു. പരമാവധി ഏറ്റവും കുറച്ച് വാഹനങ്ങൾ, ഏറ്റവും കുറവെന്ന് വെച്ചാൽ വിരലിലെണ്ണാവുന്നതിന് താഴെ മിനിമം അത്രേ പാടുള്ളൂ പറഞ്ഞു. അപ്പോ ഇതാണ് വി ഡി സതീശൻ അതിനുശേഷം പറഞ്ഞ കാര്യങ്ങൾ. എന്തായാലും പിണറായിയുടെ കറുത്ത കാറും കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. അപ്പോൾ വില കൂടിയ കാറാണ് പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്നത്. അത് കറുത്ത കാറാണ്. അപ്പോൾ ആ കറുത്ത കാർ ഒഴിവാക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി നൽകുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് വി ഡി സതീശൻ തന്നെ പറഞ്ഞു. എന്താണോ അവൈലബിൾ ആയിട്ടുള്ള കാർ ആ കാറിലായിരിക്കും തന്റെ യാത്രയെന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന വി ഡി സതീശന് വെളുത്ത കാർ നൽകാനുള്ള ആലോചനയാണ് നടക്കുന്നത്. പിണറായി വിജയൻ ഉപയോഗിച്ച കറുത്ത കാറുകൾ പോലീസ് ഏറ്റെടുത്തിട്ടുണ്ട് എന്നറിയുന്നു. സൗകര്യങ്ങൾ ഏറെയുള്ള കിയ കാർണിവൽ കാറാണ് പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്നത്. മുൻപ് ഉപയോഗിച്ചിരുന്ന ഇന്നോവ കാറിന് പകരം 2022
33 ലക്ഷം രൂപ മുടക്കി പുതിയ കാർ വാങ്ങിയത്. അന്നത് വലിയ വിവാദമായിരുന്നു. പ്രതിപക്ഷ നേതാവായിരിക്കെ ഇന്നോവ ക്രിസ്റ്റ കാറാണ് വി ഡി സതീശൻ ഉപയോഗിച്ചിരുന്നത്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കെ ഉപയോഗിച്ച കാറായിരുന്നു വി ഡി സതീശനും 2023 ജനുവരി വരെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് വി ഡി സതീശൻ പറഞ്ഞത് നമ്മൾ കേട്ടുവല്ലോ. അപ്പോൾ പുതിയ കാർ ഒന്നും വാങ്ങില്ല, മാതൃക സൃഷ്ടിക്കും. അതായത് നയിക്കുന്നവർ സൃഷ്ടിക്കുന്ന മാതൃകയായിരിക്കും താഴെയുള്ളവർ പിന്തുടരുക. അതുകൊണ്ട് താൻ ആ മാതൃക സൃഷ്ടിക്കുമെന്ന് വി ഡി സതീശൻ പറയുന്നു. ആർഭാടത്തോടെ പോയാൽ ആളുകൾ കളിയാക്കി ചിരിക്കും, അത്രയൊന്നും താൻ ആയിട്ടില്ല എന്നതാണ് വി ഡി സതീശൻ പറയുന്നത്. നമ്മൾ പത്രാസും ആർഭാടവും കാണിച്ചാൽ എല്ലാവരും അത് കാണിക്കും, അതിനുള്ള ത്രാണി നമ്മുടെ ഖജനാവിനില്ല എന്നും കൂടി പറയുന്നു. എന്തായാലും ഇതൊരു നല്ല മാതൃകയാകട്ടെ, അതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. മോന്തായം വളഞ്ഞാൽ സർവ്വതും വളയും എന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു മാതൃക സൃഷ്ടിക്കാൻ അദ്ദേഹത്തിനാകട്ടെ, ചിലവ് കുറയട്ടെ, ആർഭാടം ഒഴിവാകട്ടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.